ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ഇവിടെ പറയുന്നത്. തുടക്കത്തിൽ തന്നെ വേദയുടെ വീടാണ് കാണിക്കുന്നത്. എല്ലാവരും മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുന്നു. കാരണം വേദ തിരിച്ച് വിക്രമിൻ്റെ വീട്ടിൽ പോയത് മുത്തശ്ശി കാരണമായതിനാലാണ് എന്നും പറഞ്ഞാണ് മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുന്നത്. വേദയെ വിവാഹം കഴിക്കാനിരുന്ന ദർശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നെന്നും അവളെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് എല്ലാം ശരിയാക്കാമെന്ന രീതിയിലായിരുന്നു എല്ലാവരും. പക്ഷേ അതിൻ്റെ ഇടയിലായിരുന്നു വേദ തിരിച്ച് വിക്രമിൻ്റെ അടുത്ത് പോയത്. അവൻ നല്ലവനാണ്, അവളുടെ ഭർത്താവിൻ്റെ അടുക്കിലേക്കാണ് അവൾ പോയതെന്ന് മുത്തശ്ശി പറയുമ്പോൾ, നല്ലവനോ? എല്ലാവരുമായി തല്ലുപിടി ഉണ്ടാക്കുന്നവനാണോ നല്ലവൻ? തല്ലുപിടി ഉണ്ടാക്കുന്നിടത്ത് അവളെയും കൂട്ടിക്കൊണ്ടുപോയി സിനിമ സ്റ്റൈലിൽ കാണിച്ചതാണോ നല്ലത്? അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നോ എന്നെല്ലാവരും ചോദിച്ച് മുത്തശ്ശിയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു. ഭഗവാൻ അവൻ നല്ലവനാണെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ഒരിക്കലും മുത്തശ്ശി ദർശനും അവനുമായി താരതമ്യം ചെയ്യരുത്. ദർശൻ ക്രിമിനൽ ലോയറും അവൻ ക്രിമിനലുമാണ് എന്ന് വീണ്ടും അവർ മുത്തശ്ശിയെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ഒരു ഗ്രഹപ്പിഴ അതെല്ലാവർക്കും ഉണ്ടാകും. അത് ഭഗവാന്മാർക്കാണെങ്കിൽ പോലും. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും പരശുരാമൻ്റെയും കഥയെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വേദയുടെ അച്ഛൻ അതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നത്. ഇത് തന്നെയാണ് പുരാതന കഥകൾ പറഞ്ഞു കൊടുത്ത് എൻ്റെ കുട്ടിയെ നശിപ്പിച്ചു. പുരാതന കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ അവൾക്ക് അന്ധവിശ്വാസം നിറച്ചു കൊടുക്കുമെന്നായിരുന്നില്ല. അമ്മയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല. അവൾ ഈ വീട്ടിലിരുന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് അമ്മ രാത്രി മുഴുവനും അവളെ ഉപദേശിച്ച് വീണ്ടും അവിടേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ മോളുടെ ഭാവി കളഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഇവിടെ നിന്നാൽ ജീവിതകാലം മുഴുവനും വേദനിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതാണ് അവളെയും കൊണ്ട് ഞാൻ തിരുമേനിയെ കാണാൻ പോയത്. രണ്ടാളുടെ ജാതകം ചേരുന്നുമുണ്ടെന്ന് തിരുമേനി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദയുടെ അച്ഛന് വീണ്ടും ദേഷ്യം വന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്ന, അവളുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ ഏകാദശി വ്രതങ്ങളും ഒന്നുപോലും വിടാണ്ട് അനുഷ്ഠിക്കുന്നതാണ് അവൾ. അവൾക്ക് പെട്ടെന്ന് ഈശ്വരവിശ്വാസങ്ങൾ ഒന്നും അവളുടെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. അവൾക്ക് ശാന്തി ലഭിക്കുകയുമില്ല എന്ന് മുത്തശ്ശി പറയുന്നു. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കി എന്ന് തിരുമേനിയുടെ അടുത്ത് പോകുന്ന കാര്യം എന്തുകൊണ്ട് ഞങ്ങളെ ആരെയും അറിയിച്ചില്ല? മുത്തശ്ശിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട അച്ഛാ. അവളും വിദ്യാഭ്യാസം ഉള്ളവളല്ലേ, അവൾക്കറിയില്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന കാര്യം. ഇതെന്തുകൊണ്ട് അവൾ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ വേദയുടെ അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു മകളും കൂടിയുണ്ട്. അവളുടെ ജീവിതം കൂടി ഇതിൻ്റെ പേരിൽ ഇല്ലാണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾക്ക് അവളുടെ വഴി എന്ന് പറഞ്ഞ് വേദയുടെ അച്ഛൻ അവിടുന്ന് പോകുന്നു. മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടി പിന്നീടുള്ള സംഭാഷണമാണ് പറയുന്നത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അമ്മേ എന്ന് പറയുന്നു. അപ്പം മുത്തശ്ശി പറയുന്നു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പത്മം. അവൾ നല്ല ഒരിടത്തേക്കാണ് പോയിരിക്കുന്നത്. അവർ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അവിടെ ജീവിക്കും എന്ന് ഉറപ്പ് പത്മത്തിന് കൊടുക്കുന്നു എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിന്നീട് വിക്രമിൻ്റെ വീടാണ് കാണിക്കുന്നത്. പിന്നീട് വേദ ഭഗവാനോട് തൻ്റെ പരിഭവം പറയുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് എന്തിനാണ് ഈ ജീവിതം തന്നത് എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. ഞാൻ ഒരാളുടെ ജീവിതം ഞാൻ കാരണം നഷ്ടപ്പെടരുത്, അവർക്കൊരു അപകടം ഉണ്ടാകരുതെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നതും നീയാണ്. ഞാൻ അമ്പലനടയിൽ നിന്നപ്പോൾ നിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ താലി എൻ്റെ കഴുത്തിൽ വീണത്. എൻ്റെ മനസ്സ് പിടിവിട്ടു പോകുന്നു. ഇപ്പോൾ എനിക്ക് ആരുമില്ലാണ്ടായി. എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കിപ്പം അറിയില്ല എന്ന് ഭഗവാനോട് അവൾ ചോദിച്ച് കരയുകയാണ്. പിന്നീട് വിക്രമിൻ്റെ മുറിയാണ് കാണിക്കുന്നത്. വേദയുടെ കാര്യം ഓർത്ത് അവൻ വിഷമിക്കുകയാണ്. അവിടേക്ക് നന്ദിനി ഏട്ടത്തി വന്നു. നന്ദിനി ഏട്ടത്തിയുടെ കൂടെ മൂത്ത ചേട്ടനും ഉണ്ടായിരുന്നു. അവൾ എന്തിനാണ് ഇങ്ങോട്ട് വീണ്ടും കയറി വന്നത്? എന്തെങ്കിലും പ്രതികാരം കൊണ്ടായിരിക്കും എന്ന് പറയുന്നു. പെണ്ണിന് പക വന്നു കഴിഞ്ഞാൽ അവൻ എത്ര കൊമ്പത്തവനാണെങ്കിൽ പോലും അവൾ ആ പക വീട്ടിയിരിക്കും. പിന്നീട് ഓരോരോ കഥകൾ പറഞ്ഞ് അവനെ ദേഷ്യപ്പെടുത്തുന്നു. എൻ്റെ കയ്യിൽ എന്നാ ഉള്ളത് ഇതിൽ മാത്രം? നിൻ്റെ കയ്യിലൊന്നുമില്ല, അതിനല്ല അവൾ വന്ന്. 10 ആളുടെ മുന്നിൽ വെച്ചല്ലേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അതിൻ്റെ പകയാണ്, അതവൾ തീർത്തിരിക്കും എന്നും പറഞ്ഞ് വന്നപ്പോൾ
വന്നപ്പോൾ നമ്മുടെ വിക്രം അങ്ങ് ദേഷ്യപ്പെട്ട് അവളെ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ട് ചേട്ടനും ചേട്ടത്തി അവിടെ നിന്ന് വേഗം പോകുന്നു. കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് നോക്കിയപ്പം മുറിയിൽ വെള്ളമില്ല. എന്നാൽ വെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോഴാണ് നടുത്തളത്തിൽ നമ്മുടെ വേദ ഉറങ്ങുന്നത് കണ്ട് എൻ്റെ ഉറക്കം കളഞ്ഞ് അവൾ മനസമാധാനത്തോടെ ഇരുന്ന് ഉറങ്ങുകയാണല്ലേ. അപ്പോഴേക്കും വേദ എഴുന്നേൽക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ വാസം? കൊതുകും പല്ലിയുടെ മൂത്രവും തറയിലെ തണുപ്പും എല്ലാം നല്ല സുഖമുണ്ടല്ലേ. ഇപ്പോഴെങ്കിലും നീ മനസ്സിൽ ഇരുത്തി ഒന്ന് ചിന്തിക്കുക. ഒരു 10 മിനിറ്റ് മതി, നിന്നെ ഞാൻ ഇവിടുന്ന് നിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം. എന്തു പറയുന്നു എന്ന് വിക്രം വേദയോട് ചോദിക്കുന്നു. കൊതുകിനെ തല്ലുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് പറയുന്നു, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങും. എൻ്റെ കയ്യിൽ നിന്ന് തല്ല് എരന്ന് വാങ്ങാനായിട്ട് വീണ്ടും വന്നിരിക്കുക എന്നും പറഞ്ഞ് വേദ, നിന്നെ അടിച്ച് പുറത്താക്കാൻ എനിക്കറിയാവടി. എൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണെന്ന് നിനക്കറിയാവല്ലോ. പിന്നെന്താ, എനിക്കറിയാം. എൻ്റെ സ്വഭാവം അതിലും മോശമാണ്. അത് തല്ലാനാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും എന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രീചേട്ടത്തി അങ്ങോട്ട് വന്നു. വിക്രം എന്താ ഈ കാണിക്കുന്നത്? അച്ഛൻ എഴുന്നേക്കും, നീ ഇവിടുന്ന് പോ വേഗം ഇവിടുന്ന് എന്നും പറഞ്ഞ് നമ്മുടെ വിക്രമിനെ അവിടുന്ന് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ വേതാളം എൻ്റെ ജീവിതത്തിൽ എന്നാണോ ഈ ഒഴിഞ്ഞു പോകുന്നത് എന്നിങ്ങനെ ഓർത്ത് അവൻ അവിടുന്ന് പോകുന്നു. അപ്പോൾ ഒരു നമ്മുടെ കൊതുകുതിരി കൊണ്ടുവച്ചിട്ട് ശ്രീചേട്ടത്തി പോകുമ്പോൾ ശ്രീചേട്ടത്തിക്ക് താങ്ക്സൊക്കെ നമ്മുടെ വേദ പറയുന്നു. പിന്നീട് മുത്തശ്ശിയും മുത്തശ്ശിയുമായിട്ടുള്ള ചെറിയ ഓർമ്മകളിലേക്ക് നമ്മുടെ വേദ പോകുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. മാഷും കമലാമ്മയും തമ്മിലുള്ള സംഭാഷണം കാണിക്കുന്നു. വേദയുടെ അച്ഛൻ വിഷമിക്കുന്നുണ്ടെന്നും ഒരു റൗഡിയുടെ കൂടെ തൻ്റെ മകൾ ജീവിക്കുന്നത് ഓർത്തും അദ്ദേഹം ഭയങ്കര വിഷമിക്കുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ നമ്മുടെ മാഷ് കമലേട്ടത്തിയോട് പറയുന്നു. ഒരു തുള്ളി പോലും വെള്ളം കിട്ടാണ്ട് ചാവാനായിരിക്കും എൻ്റെ വിധി, എൻ്റെ അവസാനത്തെ യോഗം. സൽപുത്രനുണ്ടായാൽ മാത്രമേ നല്ല യോഗം ഉണ്ടാകൂ. എൻ്റെ കാലം കഴിയുമ്പോൾ ആരെങ്കിലും ശേഷക്രിയ ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് കമലമ്മയോട് തൻ്റെ വിഷമം പറയുകയാണ് മാഷ്. എൻ്റെ ശേഷക്രിയ ചെയ്യാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കമലത്തിനോട് ചോദിക്കുകയാണ്. വേദ ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ല. അവളോട് കരുണ കാട്ടരുതെന്ന് പറയുന്നത് അവളുടെ ജീവിതം ഇവിടെ അവസാനിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവളോട് അടുപ്പം കാണിക്കരുത്, അല്ലാണ്ട് ആ കുട്ടിയോട് എനിക്ക് ഇഷ്ടക്കുറവോ ഒന്നുമില്ല എന്നിങ്ങനെ മാഷ് കമലമ്മയോട് പറയുകയാണ്. താലിയോടുള്ള വിശ്വാസമാണ് അവൾ നിശ്ചയിച്ച വിവാഹം പോലും വേണ്ട എന്ന് വെച്ചത് എന്ന് കമലമ്മ പറയുന്നു. ഈ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആരാണ്? അപ്പോൾ കമലമ്മ തിരിച്ചു പറയുന്നു, വിദ്യാഭ്യാസവും വിവരവും മാത്രമല്ല, വിശ്വാസങ്ങളിൽ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. മാഷിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ താലി പൊട്ടിച്ചാൽ മാഷിനത് സഹിക്കാൻ പറ്റുമോ? ഈ താലി അത്രയും വലിയ കാര്യമില്ല എന്നാണ് മാഷിന് തോന്നുന്നുണ്ടെങ്കിൽ അവളുടെ മുന്നിൽ ചെന്ന് ഇത് പൊട്ടിച്ച് കാണിക്കുക. അങ്ങനെയെങ്കിലും അവൾ ഇത് മണ്ടത്തരമാണെന്ന് വിശ്വസിച്ചു പോകുന്നെങ്കിൽ പോട്ടെ, മാഷ് വാ എന്നൊരു വെല്ലുവിളിയോടുകൂടി കമലമ്മ മാഷിനോട് സംസാരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബാക്കി നാളെ.